പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കഴിയുന്ന റോയൽ എൻഫീൽഡ് ഒരു വിൻറ്റേജ് വണ്ടി സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഒരു കോട്ട് ക്ലിയർ ലൈൻ ചെയ്തിട്ട് ഒരു കോട്ട് ക്ലിയർ അടിച്ചിട്ടില്ല. ഒരു ബേസ് കോട്ട് അടിച്ച് 1 കോട്ട് ക്ലിയർ അടിച്ചു. രണ്ടാമത് ഫ്ലാറ്റ് ചെയ്തിട്ട് ഫൈനൽ കോട്ട് ചെയ്യാൻ പോവാണ്. ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. ഒരു കോട്ട് ക്ലിയർ അടിച്ച് ഡ്രൈ ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുക. ഫസ്റ്റ് കോട്ടിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാറില്ല. മിക്കവാറും എല്ലാവരും ക്ലിയർ കോട്ട് ഒറ്റ പ്രാവശ്യം അടിച്ച് നിർത്തുകയാണ് ചെയ്യുക. ഇത് ക്യാമറ ഒരു കയ്യിലും ഗണ്ണൊരു കയ്യിലുമാണ് ഉള്ളത് കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഷേക്കിങ് ക്യാമറ ഒക്കെ ഉണ്ടാവും, ക്ഷമിക്കണം. ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നത് കാണിക്കും, ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന ഒരു ഓവർവ്യൂ മാത്രമേ ഉള്ളൂ കേട്ടോ. ടാങ്കിൻ്റെ അടിഭാഗങ്ങളൊക്കെ കോട്ടിങ് ചെയ്തിട്ടാണ് എൻ്റെ മുകളിൽ ടാങ്കിൻ്റെ റോളിങ്ങിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുള്ളത്, സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുള്ളത്. അടിഭാഗം കോട്ട് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ടാണ് മുകൾ ഭാഗം മാത്രം ചെയ്യുന്നത് കാണിക്കുന്നത്. സെക്കൻഡ് കോട്ടാണ്. ഫസ്റ്റ് കോട്ട് കഴിഞ്ഞ് സെക്കൻഡ് കോട്ടിലാണ് ചെയ്യുന്നത്. ഓരോ ക്ലിയറിന് അതിൻ്റെ ഒരു ഫ്ലാഷ് ഓഫ് ടൈം ഉണ്ട്. ആ ടൈം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഫൈനൽ കോട്ട് ചെയ്യുക. നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രത്യേകത നമ്മൾ ബഫിങ്, അതായത് പേപ്പർ 2000-ൻ്റെ 2500-3000-ൻ്റെ പേപ്പർ ഇട്ട് ഫ്ലാറ്റ് ചെയ്ത് പോളിഷ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. കാരണം അത് ചെയ്യുന്ന സമയത്ത് വലിയൊരു വിഷയമായിട്ട് സംഭവിക്കുന്നത് ക്ലിയർ കോട്ടിൻ്റെയും പെയിൻറ്റിൻ്റെയും യഥാർത്ഥ ഗ്ലോസ് നഷ്ടപ്പെടും എന്നുള്ളതാണ്. ഫൈനൽ കോട്ടാണ് ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞാൽ പക്ക മിറർ ഗ്ലേസ് ആയിരിക്കും. ഒരു ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിൻ്റെ മുകളിൽ ഉണ്ടാവില്ല. സ്പ്രേൻ്റെ ഓറഞ്ച് പീൽ ഒന്നും ഉണ്ടാവില്ല. ഈ ഓറഞ്ച് പീൽ കളയാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ആളുകളും ഈ പേപ്പറൊക്കെ ചെയ്തതിന് ശേഷം ബഫ് ചെയ്തിട്ട് ബഫിങ്ങും പോളിഷിങ് ചെയ്യുന്നത്. ബഫിങ്ങും പോളിഷിങ് ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തി ഉണ്ടാവും. ഇത് ആ ഒരു ബഫിങ്ങിൻ്റെയും പോളിഷിൻ്റെയും വാക്സ് ആയാലും എന്ത് തന്നെ ആയാലും അതിൻ്റെ ഒരു എത്ര പ്രാവശ്യം കഴുകുന്നു എന്നനുസരിച്ചാണ് ആ കോട്ടിങ് അവിടെ നിൽക്കുള്ളൂ. അത് കഴിയുന്നതോടെ ആ പെയിൻറ്റിങ് മങ്ങിയ രീതിയിലേക്കാണ് പോകുന്നത്. അത് ചെയ്ത അനുഭവമുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും. ജസ്റ്റ് ഒരു മാസം കൊണ്ട് തന്നെ 10-15 വാഷ് ചെയ്യുന്ന ആളുകളൊക്കെയാണ്, 30 ദിവസം കഴിയുന്ന ആളുകളൊക്കെയാണ് ഒരു 10 ദിവസം ഒരാഴ്ച കൊണ്ട് തന്നെ ശരിക്കും ഒരു മങ്ങിയ രീതിയിലേക്ക് പോകും ബഫിങ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ കൂടുതൽ വണ്ടികളും കമ്പനി വണ്ടികളൊക്കെ ഒന്നും കൂടുതൽ ബഫിങ് ഉണ്ടാവാറില്ല. ബഫിങ് ചെയ്യില്ല അവർ. കാരണം ബഫിങ് 2000-ൻ്റെ പേപ്പർ ഇട്ട് ഫ്ലാറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും ആ ഒരു ക്ലിയറിൻ്റെ ഒറിജിനൽ ഗ്ലോസ് നഷ്ടപ്പെട്ടിട്ട് വേറെ ഒരു ചെറിയൊരു ഫെയ്ഡിങ്ങുള്ള ഗ്ലോസാണ് ഉണ്ടാവുക. അത് നിങ്ങൾക്ക് ബഫ് ചെയ്തതും ബഫ് ചെയ്യാത്തതുമായിട്ടുള്ള 2 സാധനങ്ങൾ എടുത്ത് വെച്ചാലേ മനസ്സിലാവുള്ളൂ. ഇത് ഫൈനൽ കോട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മുകളിലൊരു ഡസ്റ്റോ കാര്യങ്ങളോ ഓറഞ്ച് പീലോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അപ്പം ഞാൻ വർഷങ്ങളായിട്ട് ഈ രീതി മാത്രമാണ് ഫോളോ ചെയ്യുന്നത്. ഡസ്റ്റ് പ്രൂഫായിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പിന്നെ അതിൻ്റെ ഓരോ ക്ലിയറിൻ്റെയും അതിൻ്റെ ഫ്ലാഷ് ഓഫ് ടൈം നോക്കിയതിന് ശേഷം മാത്രം ഇൻ്റർവെൽ നോക്കിയിട്ട് മാത്രം ക്ലിയർ കോട്ട് ചെയ്യുക. പിന്നെ ഗണ്ണ് നല്ല ക്വാളിറ്റിയിലെ ഗണ്ണ് മാത്രമേ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ലോക്കൽ ഗണ്ണുകൾ ഉപയോഗിക്കാതിരിക്കുക. ആ ഗണ്ണിനൊക്കെ ഇതിൻ്റെ പ്രത്യേകത ഉണ്ട് കേട്ടോ. കറക്റ്റ് ആ ഒരു പിന്നെ ലെയർ കറക്റ്റ് അതിൻ്റെ ലെയറിൽ ആ കോട്ടിങ്ങിന് ആ തിക്നെസ്സിൽ കറക്റ്റ് ഫിനിഷിങ്ങിൽ വരണമെങ്കിൽ ഗണ്ണിന് വലിയൊരു പങ്കുണ്ട്.
ക്ലിയർ കോട്ടിന് 1.2 അല്ലെങ്കിൽ 1.3 മാത്രം ഉപയോഗിക്കുക. പ്രൊഫഷണലായിട്ട് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രൊഫഷണലായിട്ടൊരു പെയിൻറ്റിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ ഗ്ലേസിങ് നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ഏറ്റവും വലിയ അതിൻ്റെ പ്രത്യേകത അത് ലാസ്റ്റിംഗ് ആണ്. വർഷങ്ങളോളം നിലനിൽക്കുക എന്നുള്ള ഒരു പെയിൻറ്റിങ്ങിന് ഏറ്റവും പ്രത്യേകതയാണ്. ഒരു 6 മാസം കൊണ്ട് പൊളിഞ്ഞ് പോകാറ്, ഒരു 3 മാസം കൊണ്ട് പൊള്ളച്ച് പോവുക, അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കുമ്പള വരിക, ഈ ഒരു കാര്യങ്ങളൊന്നും എൻ്റെ അനുഭവത്തിൽ ഞാൻ ചെയ്തിടത്തോളം ഇന്നവരും ഉണ്ടായിട്ടില്ല. കാരണം അതിൻ്റെ പ്രോപ്പറായ രീതി മാത്രമാണ് ഫോളോ ചെയ്യുന്നത്. ഇതിപ്പോൾ ഉണങ്ങി ഡ്രൈ ആയതിൻ്റെ ശേഷമുള്ള ഒരു ഇതാണ്, പിറ്റേന്ന് എടുത്ത് കാണിച്ചു തരികയാണ്. ഇതിൻ്റെ മുകളിൽ ഒരു സ്ഥലത്ത് ഒരു പൊടിയോ കാര്യങ്ങളോ കയ്യിൽ തടവോ ഒന്നും ഉണ്ടാവില്ല. കാരണം ഡസ്റ്റ് പ്രൂഫായിട്ട് റൂം സെലക്ട് ചെയ്യുന്ന ബൂത്ത് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഡസ്റ്റ് കിടക്കില്ല എന്ന സ്ഥലത്ത് കയറിയിട്ട് അല്ല ഉള്ളിൽ വെച്ചതിന് ശേഷം മാത്രം നമ്മൾ പെയിൻറ്റ് ചെയ്യുക. പിന്നെ പെയിൻറ്റ് ശേഷം ഡ്രൈ ചെയ്യാൻ വെക്കുന്ന സ്ഥലങ്ങൾ ഡസ്റ്റ് ഇല്ലാതിരിക്കുക. ഡസ്റ്റ് പ്രൂഫായിട്ടുള്ള സ്ഥലം മാത്രം സെലക്ട് ചെയ്യുക. പിന്നെ നമുക്ക് ബഫിങ്ങും കാര്യങ്ങളും ഓറഞ്ച് പീൽ പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത് ഓറഞ്ച് പീൽ പറഞ്ഞ സംഗതി ഇല്ല എങ്കിൽ നമുക്ക് ബഫിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല അത്രയും ക്ലീനായിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. ഈ ക്ലിയർ കോട്ടിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി വാക്സ് കോട്ട് മാത്രം ചെയ്താൽ മതിയാവും. താങ്ക്സ് ഫോർ വാച്ചിങ്.